ലൊദാത്തോ ജേസു ക്രിസ്തു. വത്തിക്കാൻ സിറ്റിയെപ്പോലെ തന്നെ പഴയ റോമ നഗരവും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. അതുകൊണ്ടാണ് റോമിൻ്റെ ചില ഭാഗങ്ങളെ ഫോറി ദെല്ല മൂറ എന്ന് പറയുന്നത്, അതായത് ഈ വോളുകൾക്ക് പുറത്തുള്ള സ്ഥലം എന്നറിയപ്പെടുന്നത്. ഇത് റോമിലെ പ്രധാനപ്പെട്ട നഗരത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ നമുക്ക് എത്ര മീറ്റർ പൊക്കമുള്ളതാണെന്ന് ഒരുപക്ഷെ ഒരു 30-40 ഒരു ഡാം പോലെയുണ്ട് എൻ്റെ മുമ്പിൽ നോക്കിയിട്ട്. അത്രയും പൊക്കമുള്ള മതിലാണ് റോമാ നഗരത്തിന് ചുറ്റും പണ്ട് റോമൻ രാജാക്കന്മാർ നിർമ്മിച്ചിരുന്നത്. റോമാ നഗരത്തിന് ചുറ്റുമുള്ള ഈ മതിൽ വളരെ പഴയ മതിലാണ്. 2000 വർഷങ്ങളെങ്കിലും പഴക്കമുള്ള മതിലുകളാണ്. ഈ മതിലിന് അകത്തായിട്ടാണ് പ്രധാന നഗരം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണുന്നത് സാൻ ജോവാനി ലാത്തറാനോ എന്ന് പറയുന്ന പള്ളി അകലെ നിന്ന് കാണുകയാണ്. ജോവാനി ദ ലാത്തറൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബസിലിക്ക നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നോക്കുക, സാൻ പൗലോയുടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ ബിഹെഡ് ചെയ്ത് തലവെട്ടിക്കൊന്ന ആ സ്ഥലവും ആ ദേവാലയവും ഒക്കെ നിൽക്കുന്നത് മതിലിന് പുറത്തുള്ള സ്ഥലത്താണ്. ഞാനിപ്പോൾ ആക്ച്വലി നിൽക്കുന്ന മതിലിന് പുറത്താണ്. ഈ കാണുന്ന ദേവാലയം നിൽക്കുന്ന മതിലിനകത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ്ലീഹയുടെ നാമത്തിലുള്ള വലിയ ബസിലിക്ക അറിയപ്പെടുന്നത് ബസിലിക്ക ദി സാൻ പൗളോ ഫോറി ദെല്ല മൂറ എന്നാണ്. എന്ന് വെച്ചാൽ മതിലുകൾക്ക് പുറത്തുള്ള സ്ഥലത്തായിട്ടാണ്. റോമാ നഗരം ഈ മതിലുകൾക്കകത്ത് മാത്രമല്ല ഉള്ളത്. ഇത് പഴയ റോമാ നഗരത്തിൻ്റെ ഒരു വോളാണ് കാണുന്നത്. എന്നാൽ ഇന്നത്തെ റോമൻ സിറ്റി എന്ന് പറയുന്നത് വളരെ ബൃഹത്താണ്, വളരെ വലുതാണ്. ഈ റോമൻ മതിലിനൊക്കെ പുറത്തേക്ക് ഒത്തിരിയധികം വളർന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ആശംസകൾ അറിയിക്കുന്നു. നഗരത്തിന് ചുറ്റുമുള്ള ഈ മതിൽ പഴയതാണ്, പൊളിഞ്ഞതുപോലെയൊക്കെ തോന്നുമെങ്കിൽ പോലും ആർക്കിയോളജിക്കലി വളരെ പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയതിനാൽ അവർ അതിനകത്തൊരു കല്ലുപോലും ഇപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ആർക്കിയോളജി എന്ന് പറയുന്ന ഈ ശാസ്ത്രം വളരെയധികം പ്രധാനപ്പെട്ടാണ്. അവർ വളരെയധികം പ്രാധാന്യം ഈ പഴയ സാധനങ്ങൾക്കും എൻ്റെ ക്ലാസിക്കൽ ടച്ചിനുമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ റോമാ നഗരത്തിൻ്റെ ഈ മതിലിന് ചുറ്റുമുള്ളതിലൊരു പ്രധാനപ്പെട്ട ഒരു വാതിൽ, ഒരു നഗരത്തിലേക്കുള്ളൊരു പ്രധാന കവാടമാണ് ഇനി കാണിക്കുന്നത്. ഇതുപോലെ ധാരാളം കവാടങ്ങൾ ചുറ്റുമുണ്ട്. ഈ ഒരു മാർബിൾ എൻട്രൻസിൽ മുകളിൽ എഴുതിയിരിക്കുന്നത് ഗ്രെഗോറിയോസ് ട്രെദിച്ചെസിമോ, ഗ്രെഗോരി 13 എന്ന് പറയുന്നൊരു മാർപ്പാപ്പയുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പേരുകളാണ് എപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗേറ്റാണിത്, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ എഴുതിയിരിക്കുന്ന വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1673 എന്ന് പറയുന്ന റോമൻ ലെറ്ററാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നറിയില്ല, അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നോക്കുക, ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പഴയ നഗരത്തിൻ്റെ ചുറ്റുമുള്ള വാതിലിന് പുറത്തായിട്ടാണ്. എന്നാൽ നഗരം വളർന്നിരിക്കുന്ന നോക്കിക്കുക, നഗരം പുറത്തേക്ക് ധാരാളം വളർന്നിട്ടുണ്ട്. നഗരം വീണ്ടും അതിവിശാലമായി ബൃഹത്തായി മുന്നോട്ട് കിടക്കുകയാണ്. റോമിലെ നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ആ വാതിലിൽ കൂടെ കയറുമ്പോഴാണ് നോക്കുക, റോമിലെ വളരെ മനോഹരമായ അതിപ്രശസ്തമായ സാൻ ജോവാനി ലാത്തറാനോ എന്ന് പറയുന്ന ബൃഹത്തായ ദേവാലയത്തിലേക്ക് എത്തുന്നത്. അവിടെയും കാഴ്ച മനോഹരമാണ്, വളരെ മനോഹരമാണ്. ഇവിടെയായിട്ട് ഒരു ജർദീൻ, ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ രൂപം ഇവിടെ ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് റോമാ നഗരത്തിൽ നിന്ന് ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.